ഹലോ. അങ്ങനെ റീനീറ്റിന്റെ റിസൾട്ടൊക്കെ വന്ന് വിചാരിച്ച മാർക്ക് കിട്ടാതെ എന്ത് ചെയ്യുന്നു വിചാരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനും ബാക്കി എൻട്രൻസ് കോച്ചിങ്ങിനും പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഡോക്ടർ ആവാൻ തീരുമാനിച്ചത് അതോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതെന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായി ചങ്ങായി പറയണത്, നമുക്ക് വേണ്ടിയില്ലാണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് റിപ്പീറ്റ് ഒക്കെ ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെയല്ലാന്ന്. കുറെ ആൾക്കാർ വീട്ടുകാരെ പ്രഷറും പിയർ പ്രഷറും സ്കൂളിൽ നല്ല മാർക്ക് കിട്ടിയപ്പം ബാക്കിയുള്ളവര് നീറ്റിന് പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുക. പിന്നെ കുറെ ആൾക്കാരുണ്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാം, ഡോക്ടർ ആയി കഴിഞ്ഞാൽ നല്ല സാലറി ഒക്കെ ആണെന്ന് വിചാരിച്ച് വരുന്നവര്. വെറുതെയാണ് മക്കളെ. റിച്ച് ഒക്കെ ആവാന്ന് വിചാരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നാല് മൂഞ്ചത്തേ ഉള്ളൂ. റിച്ച് ഒക്കെ ആയവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡോക്ടർമാർ റിച്ച് ആവുന്നവരില്ലാന്നും ഞാൻ പറയണമെന്നില്ല. ഏജ് ഒക്കെ കൂടി കഷണ്ടിയൊക്കെ ആയി മുടിയൊക്കെ നരച്ച് റിച്ച് ആവാനുള്ള കുറെ കരിയർ ഓപ്ഷൻ ഇപ്പൊ ഉണ്ട്. എന്റെ ഒപ്പരം +2 പഠിച്ച ഇപ്പൊ കുറെ ആൾക്കാര് ഏൺ ചെയ്യുന്നത് 4 ലക്ഷം 5 ലക്ഷം ഒക്കെയാണ്. അപ്പൊ അവരെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് ഇന്ന് എന്റെ പൗതിന്റെ ഇല്ല. അതും ഈ ഒരു 27-ാം വയസ്സില്, അതും ഇവിടെ ആസാമില് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി ചെയ്യാൻ വന്നിട്ട് പോലും. പിന്നെ ജസ്റ്റ് ഞാൻ ഇടയ്ക്കൊന്ന് അവരായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾക്ക് മക്കളായി, കുട്ടികളായി, കുടുംബമായി, വണ്ടിയായി, ബാക്കി എന്ത് വേണോ അതൊക്കെ ആയി. ഞാനിപ്പോഴും എന്താ ഇവിടെ എവിടെയോ വന്ന് ജോലി ചെയ്യണ്, വീണ്ടും നീറ്റ് PGക്ക് പഠിക്കുന്നു. ആരെങ്കിലും ചോദിച്ചാൽ എന്താ പ്ലെയിൻ MBBS. ഒരു വിലയും കിട്ടൂല. പഠിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലായി, എന്നാ പഠിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുമില്ല. ഇനി എപ്പോഴേലും കഴിയോ? പഠിച്ച തമ്പുരാനറിയാം എന്ന് കഴിയുന്നുള്ളത്. ഒട്ടുമിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പഠിച്ചു കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിൽ വർക്ക് ചെയ്യാന്നുള്ളത്. നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയാലോ അവിടെ തരുന്നത് 30,000 40,000. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വെറുതെ തള്ളുകയാണെന്ന്. നാട്ടിൽ പോയിട്ട് ഒരു പ്രൈവറ്റ് കോളേജിൽ ഒരു RMO ആയിട്ട് നിങ്ങൾ CV ഒക്കെ കൊടുത്തു നോക്കി, ഒരു ഫ്രഷ് MBBS കഴിഞ്ഞവര്. അപ്പൊ അവര് പറയുന്ന സാലറി നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ സാലറി കൂട്ടി കിട്ടുന്നുണ്ടാവും, എക്സ്ട്രാ ഷിഫ്റ്റും എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ എടുത്തിട്ട്. അങ്ങനെ പട്ടിപ്പണി എടുത്തിട്ട് ഇത്രയും സാലറി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ബാക്കിയുള്ള ജോബ് പോലെ അല്ല MBBSൽ ഒരു അവർ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും സ്ട്രെസ്സാണ്, അത്രയും വർക്ക് ലോഡ് ഉണ്ടാവും. ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മളെ കൊണ്ട് ഡിസ്ചാർജ് സമ്മറി ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഒരു ടൈപ്പിസ്റ്റിൻ്റെ പണിയായിരിക്കും, അല്ലെങ്കിൽ വെറുതെ നോട്ട് ഇടുന്ന പണിയായിരിക്കും. അതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ പഠിച്ചതിനായിട്ട് ബന്ധം ഉണ്ടാവില്ല, എന്നാലോ പണി അങ്ങോട്ട് തീരുമില്ല. ബാക്കിയുള്ളവർ പേഷ്യൻസിൻ്റെ തിരക്കുണ്ടാവും, ബാക്കിയുള്ളവരുടെ പ്രഷർ ഉണ്ടാവും. എല്ലാം പാടെ നമ്മളങ്ങ് ഹവേഴ്സ് ഒന്നും എക്സ്ട്രാ എടുക്കാൻ പറ്റൂല. ഞാനൊക്കെ ഒരു സമയത്ത് 1 2 3 ഹോസ്പിറ്റലിലൊക്കെ പോയ ആളാണ്. പക്ഷെ അങ്ങനെയൊക്കെ ജോലി എടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങളെന്താ പറയുക, നിങ്ങൾ സ്ട്രെസ് ഔട്ടായി പോവും. നിങ്ങൾക്ക് പൈസ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും, പക്ഷേങ്കിൽ അതിലൊരു പീസ് ഉണ്ടാവത്തില്ല, ഒരു സുഖം ഉണ്ടാവില്ല, ബാക്കി ലൈഫ് ഉണ്ടാവില്ല, ഒന്നുമില്ലാത്തൊരു ലൈഫായി പോകും. MBBSനും അതിൻ്റെതായ ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് സൈഡ് ഉണ്ട്. എന്നാൽ പോസിറ്റീവ് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങളെ ഞാൻ ഡാർക്ക് അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ MBBS എന്തിനെടുക്കണം എന്നുള്ളത് തീരുമാനിക്കും. എന്നിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കാരണം ഇത് മാത്രമല്ല ലൈഫിൽ ഓപ്ഷനിൽ, കരിയർ ഓപ്ഷൻ ഇത് മാത്രമല്ല. ഇതല്ലാണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കുറേ വഴികളുണ്ട്. നിങ്ങൾക്ക് അത്രയും ആഗ്രഹമാണ്, അത്രയും നിങ്ങൾക്ക് പേഷ്യൻസിനെ നോക്കണം, അതുമായിട്ട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം MBBSന് പോയി. അല്ലാണ്ട് 4 5 6 വട്ടമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുമ്പോഴത്തേക്കും നിങ്ങൾ അത്രയും സ്ട്രെസ്ഡും ബേൺഡും ഏജ്ഡും ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങളൊരു എക്സിസ്റ്റൻസ് ഇവിടെ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കിയും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. എന്തേലും ലൈഫ് ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്തേലും മോട്ടിവേഷൻ കൊണ്ട് അല്ലെങ്കിൽ എന്തേലും കമ്മിറ്റ് കൊണ്ട് ഡോക്ടർ ആവുന്നവർ അവർ രക്ഷപ്പെടും. നിങ്ങൾക്ക് കുടുംബം രക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനോ ലൈഫ് സെറ്റിൽ ആവാനെന്ന് പറഞ്ഞാൽ ഞാൻ 27-ാം വയസ്സിൽ ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല. ഇനി എപ്പോൾ സെറ്റിൽ ആവുമെന്ന് എനിക്കും അറിയില്ല. അതുകൊണ്ട് ഇതൊരു നല്ല കരിയർ ഓപ്ഷൻ അല്ല. പണ്ടൊക്കെ റെസ്പെക്റ്റ് എങ്കിലും കിട്ടുന്ന ഒരു കരിയർ ഓപ്ഷൻ ആണെന്ന് പറയായിരുന്നു. ഇപ്പൊ അതുപോലും ഇല്ല. കാരണം എല്ലാവരും ഉണ്ട്, എല്ലാ കുടുംബത്തിലും 1 2 3 ഡോക്ടേഴ്സ് ഉണ്ട്. നാടിന് ഡോക്ടർമാരെ വേണം, വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കും. ഒരു വട്ടം കിട്ടുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളെ പെട്ടെന്ന് കരിയർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോവാം, ഗ്രോത്ത് ചെയ്ത് പോവാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് PG ഒക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവാം. പക്ഷേങ്കിൽ ഇതിനു വേണ്ടി നിങ്ങളെ മിസ്റ്റേക്ക് കൊണ്ട് മാർക്ക് കുറഞ്ഞ് നിങ്ങൾ വീണ്ടും ആക്കുന്നു, വേറെ ആരോ പറഞ്ഞു കേട്ടിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. തീരത്തില്ല. ഇതൊരു ലൂപ്പായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് എന്താ പറയുക, എവിടെ എത്താത്ത പോലെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടും. മെഡിക്കലിൽ കരിയർ ഓപ്ഷൻ MBBS മാത്രമല്ല, ഫിസിയോതെറാപ്പി, ഫാർമസി, BPharm, അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട്. BSc നഴ്സിംഗ് പോലും കേരളത്തിൽ സാലറി ഇല്ല എന്നുള്ളൂ. പുറത്ത് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ്.
നിങ്ങൾക്ക് അതൊക്കെ എടുക്കാവുന്നതാണ്. അത്രയും നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഡോക്ടേഴ്സിന് ഇപ്പോൾ പുറത്ത് പോകണമെങ്കിൽ അത്രയും പൈസ മുടക്കണം, അത്രയും വലിയ എക്സാമ്പിൾ എഴുതണം, കുറേ കടമ്പകൾ വേറെയുണ്ട്. അപ്പം നിങ്ങൾ ഇരുത്തിയൊന്ന് ആലോചിക്കും, ഒരു രാത്രി ഫുള്ള് ടൈം എടുത്തിട്ട് ആലോചിക്കും എന്ത് വേണം, എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത്, റിപ്പീറ്റിന് പോണ്ടേ, അതോ എനിക്ക് ഇതിലും നല്ല ഓപ്ഷൻ ഉണ്ടോ. ജസ്റ്റ് ഒന്ന് ആലോചിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്നും ലോസ് ചെയ്യാൻ പോകുന്നില്ല ഒരു കൊല്ലം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം. കാരണം എത്രയോ ആൾക്കാരെ എനിക്കറിയാം ലൈഫിൽ ഫെയിൽ ചെയ്തവരെ. ജയിക്കുന്നവരെ സ്റ്റോറി മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, തോൽക്കുന്നവരെ സ്റ്റോറി അതിൻ്റെ അടുത്ത് ഫെയ്ഡായി പോവും. അത് ചിലപ്പോൾ ആൾക്കാർ കാണിക്കത്തില്ല. അത്രയും സ്റ്റോറികൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാണ്, ചിന്തിക്കുകയും ടൈം എടുത്ത് ചിന്തിക്കുകയും. നിങ്ങളെ ലൈഫല്ലേ, എന്തിനാ പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനിക്കുന്നത്. ഇനി കമൻറ്റിലും ഇൻബോക്സിലൊക്കെ ഹെയ്റ്റായിട്ടും ബാക്കി കമൻ്റായിട്ടും വരണ്ട. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഞാൻ കണ്ട കാര്യങ്ങളാണ്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്, ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പലർക്കും പല ഡിഫറെൻ്റ് അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേങ്കിൽ നിങ്ങൾ ആലോചിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങളെ ലൈഫ് ചൂസ് ചെയ്യും, വൈസായിട്ട് തിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.